എവരിവൺ, ഓപ്പറേഷൻ ഡേറ്റൺ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എക്സാമിന് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിയറിയാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിയറി പഠിച്ചവർക്ക് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഐഡിയ ആണ് MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ തിയറി പഠിച്ചവർ MCQ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിവിഷൻ കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് MCQ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ്, ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം, ഇതിൻ്റെ ആൻസേഴ്സ് ഏതാണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇതൊക്കെ തന്നെ റിവൈൻഡ് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം കറക്റ്റായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈനോഏട്രിയൽ നോഡ്. SA node is the pacemaker of human heart because ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ A, Atrial node is situated in a right atrium. Conduction velocity of SA node is 4 minutes per second. Option C, SA node generates impulses at the fastest rate. SA node is the sole part of the conducting system. അപ്പോൾ ആൻസർ ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നിങ്ങൾ ഈ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ടൈം ഒരുപാട് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 100 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങളുടേതായ ആൻസേഴ്സ് ഓപ്ഷൻ A ആണോ C ആണോ എന്നുള്ളത് കമൻറ്റ് ഇടുക. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ആൻസറോടുകൂടിയുള്ള PDF ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം റിവൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാ ആൻസേഴ്സും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതിനു മുന്നേ നിങ്ങൾ ഇത് വായിച്ചതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുവെക്കുക. ഇനി അത് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓൾ ആർ കോസസ് ഓഫ് പോസിറ്റീവ് ബാബിൻസ്കി സൈൻ എക്സെപ്റ്റ് ഇൻഫൻസ്, ഡീപ് സ്ലീപ്പ്, സ്റ്റിമുലേഷൻ ഓഫ് പിരമിഡൽ ട്രാക്ട്, ഡോർസി ഫ്ലെക്ഷൻ ഓഫ് ബിഗ് ടോ. ഇതിന്റെ ആൻസർ എന്താണെന്ന് തിങ്ക് ചെയ്ത് വെക്കുക. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴേക്കും ഇതിന്റെ ആൻസർ ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങൾ വിചാരിച്ച ഓപ്ഷൻ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് ദ ഏരിയ ഇൻ ബ്രെയിൻ പ്രൈമർലി കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ഓഫ് ഇവന്റ്സ്, സെറിബെല്ലം, ബേസൽ ഗാംഗ്ലിയ, തലാമസ്, മോട്ടോർ ഏരിയ. ഇതിന്റെ ആൻസറും ചിന്തിച്ചു വെക്കുക. Okay, then question 4, factor that shift oxygen dissociation curve to right, increase in blood pH, decrease PCO2, increase in body temperature, decrease in 2,3 DPG. Okay, the answer think ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ 5ന്റെ ബാക്കി 2 ഓപ്ഷൻസ് നെക്സ്റ്റ് സ്ലൈഡിലാണ് വരുന്നത്. ഞാനിത് വായിക്കാം ആദ്യം. ക്വസ്റ്റ്യൻ 5, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ബ്ലഡ് വോളിയം ഇൻക്രീസസ് ബൈ 30% ഇൻക്രീസ് ഇൻ വൈ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C, ഇൻക്രീസ് GFR, ഓപ്ഷൻ D, ഡിക്രീസ് ഇൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പം ഇതിന്റെ ആൻസറും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു വെക്കുക. നമ്മുടെ പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകാം. എന്താണ് 4 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എന്നുള്ളത് ചിന്തിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്നിട്ട് ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗസ് ചെയ്തത് ഓക്കെ ആയിരുന്നു എന്നുള്ളത് പറയണം കേട്ടോ കമന്റിൽ, അത് മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിലെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ C ആയിരുന്നു ഫസ്റ്റ് ആൻസർ, ദെൻ ഓപ്ഷൻ C ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓപ്ഷൻ B ആയിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓപ്ഷൻ 4 C ആയിരുന്നു ക്വസ്റ്റ്യൻ 4ന്റെ ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 5ന്റെ ആൻസർ ഒക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരുന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം. ഫുൾ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് നോക്കണം. നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ, തിയറി പഠിച്ചിട്ട് നമ്മൾ MCQ നോക്കുന്നതാണ്, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 6ലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയിൻസ് ഓഫ് ഹാർട്ട് ഡസ് നോട്ട് ഓപ്പൺ ഇൻ ടു കൊറോണറി സൈനസ്? ഗ്രേറ്റ് കാർഡിയാക്, മിഡിൽ കാർഡിയാക്, ആന്റീരിയർ കാർഡിയാക്, റൈറ്റ് മാർജിനൽ. ആൻസർ ഏതാണെന്നുള്ളത് തിങ്ക് ചെയ്ത് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ 7, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിൽസ് ഓഫ് എക്സ്പിരേഷൻ ആർ ഡയഫ്രം, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ, ഇന്റേണൽ ഇന്റർകോസ്റ്റൽ, അബ്ഡോമിനൽ വാൾ മസിൽസ്. നമ്മുടെ അജയ് യാദവ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ
വരുന്ന ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ 8 എന്ന് പറയുന്നത് ദ ഇമ്മീഡിയറ്റ് പ്രീകർസർ ഓഫ് കാറ്റെക്കോലമൈൻസ് ആസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഈസ് ഡോപ്പ, ഫിനൈലലൈൻ, ട്രയോസിൻ, ഡോപ്പമിൻ. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ 9 ഇൻസുലിൻ സെക്രീഷൻ ഈസ് ഇൻഹിബിറ്റഡ് ബൈ സെക്രറ്റിൻ, എപ്പിനെഫ്രിൻ, ഗ്രോത്ത് ഹോർമോൺ, ഗ്യാസ്ട്രിൻ. ഇതിന്റെ ആൻസറും തിങ്ക് ചെയ്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് വരുമ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഓപ്പൺ ചെയ്യാം കേട്ടോ. Question 10. Which of the following conditions not associated with ST segment elevation on ECG? Early depolarization, hyperkalemia, acute pericarditis, ഹൈപ്പോകാൽസീമിയ. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും വായിച്ച ടൈം കൊണ്ട് നിങ്ങൾ ഇത് വായിച്ചെടുത്ത് നിങ്ങൾ ആൻസേഴ്സ് ജസ്റ്റ് ഗസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസേഴ്സ് എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ 6ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. സോറി, ക്വസ്റ്റ്യൻ 5 നമ്മൾ ഓപ്ഷൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓപ്ഷൻ ബി ആയിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ 7ന്റേത് ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 8ന്റേത് ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 9 ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ 10 ദെൻ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസേഴ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എഴുതി വെച്ചിട്ട് എനിക്ക് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ, എന്നാലും നമുക്ക് റിവൈസ് ചെയ്യണ്ടേ. Then question 11. If a flow meter tube in the anesthesia machine is broken, the following should be done. Okay, അതിന്റെ ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് only the tube needs to be replaced. B, the indicator bobbin can be used in the new flow meter tube. The scale in the flow meter must be replaced if it is an integral part of the tube. Option D, the flow meter tube indicator and scale must be replaced on a whole. ഇതിൽ എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് തിങ്ക് ചെയ്യുക കേട്ടോ. Then 12th question എന്ന് പറയുന്നത് which of the following facts reflects about heat of vaporization? Option A, it is the amount of heat given off in the process of converting a liquid into vapor. Option B, the temperature of the liquid increases as the vaporization proceeds. Option C, the greater the flow of gas, the higher the temperature of the liquid will become. Option D, it is expressed as calories per gram. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസറും തിങ്ക് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമുക്ക് ആൻസേഴ്സ് നോക്കാം. Then question 13 എന്ന് പറയുന്നത് safety features in medical gas cylinders are the following except pin index safety system, color coding of cylinders, fusible plug and rupture dies in cylinders, conical depression and diameter indexed safety system. Correct answer think ചെയ്ത് വെക്കുക കേട്ടോ. Then question 14, storage of medical gas cylinders should be done in the following manner except definitive area designated for storing cylinders which should be cool, clean and constructed with a fire resistant material. Option B, medical gas cylinders should be stored in a secure area and handled only by authorized personnel. Option C, cylinders should not be exposed to continuous dampness, corrosive chemicals or fuels. Option D, cylinders should be stored with their wrappings in the definitive area. ഇതിന്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, ഇതിന്റെ ആൻസർ നെക്സ്റ്റ് സ്ലൈഡിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 14 വരെയുള്ള ആൻസേഴ്സ് തിങ്ക് ചെയ്ത് വെക്കുക, ശരിയാണോ എന്നുള്ളത് റിവൈസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 15 കൂടെ ഞാൻ വായിക്കാം. In the manifold features regarding shut-off valve given below are true except shut-off valve permits specific areas of the piping system to be isolated for maintenance, repair and testing. Manual shut-off valve must be installed where it is visible and accessible at all times. Service shut-off valves are designed to be used only by authorized service personnel. Option D, shut-off valves are not required at the outlet of the supply source. ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലാണ് വരുന്നത്, നമുക്ക് അത് നോക്കാം. അതിനു മുന്നേ നമുക്ക് നിങ്ങൾ ഓൾറെഡി ഒരു ഓപ്ഷൻസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ ആൻസേഴ്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ 11th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. 12th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. 13th ക്വസ്റ്റ്യൻ്റെതും ഓപ്ഷൻ ഡി ആയിരുന്നു. 14th ക്വസ്റ്റ്യൻ്റെതും ഓപ്ഷൻ ഡി ആയിരുന്നു. ഓക്കെ, 15th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് നെക്സ്റ്റ് സ്ലൈഡിലാണ്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എത്രത്തോളം റിവൈസ് ചെയ്തതിൽ ഏതൊക്കെ കറക്റ്റ് ആയി എന്നുള്ളത് തിങ്ക് ചെയ്ത് വെക്കുക. ഇതൊരു റിവിഷൻ ആണ് എന്നുള്ളത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് 15th ക്വസ്റ്റ്യന്റെ ആൻസറും നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ ഗസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 16ലേക്ക് പോകാം. കംപ്രസ്ഡ് എയർ ഈസ് മോസ്റ്റ് ഓഫൻ സപ്ലൈഡ് ബൈ പ്രൊപ്പോർഷനേറ്റിംഗ് ഡിവൈസസ്.
കോൺസെൻട്രേറ്റേഴ്സ്, കംപ്രസേഴ്സ്, സിലിണ്ടർ ബാങ്ക്സ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കാം. Then question 17, best position for intubating an adult patient using rigid laryngoscope. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോൾഡർ എലിവേഷൻ പൊസിഷൻ, ദെൻ ബി ഫ്ലെക്ഷൻ ഓഫ് ദ ലോവർ സെർവൈക്കൽ സ്പൈൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ്, സി ഫ്ലാറ്റ് ഓൺ ദ ബെഡ് വിത്ത് ഫുട്ട് ആൻഡ് എലിവേറ്റഡ്, ദെൻ ഡി പ്രഷർ എക്സർട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹെഡ്. ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഏതാണെന്നുള്ളതും നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ 18, അഡ്വാൻറ്റേജസ് ഓഫ് കോംബി ട്യൂബ് ഇൻക്ലൂഡ് ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഓപ്ഷൻ എ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ നോൺ അനസ്തേഷ്യ പേഴ്സണൽ. Then B, neck movement is not necessary. C, the pharyngeal balloon anchors it in place. Then D, can be used in cases of esophageal trauma. ഇതിന്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കാട്ടോ. Then question 19, hypothermia in pediatric patients predisposes to option A, metabolic acidosis and increased oxytic, option B, respiratory depression and hypoventilation, option C, prolonged action of drugs and delayed recovery from anesthesia, option D, all of the above. ഇതിന്റെ കറക്റ്റ് ആൻസറും കണ്ടുപിടിച്ച് വെക്കുക. ലാസ്റ്റ് നമുക്ക് ആൻസേഴ്സ് ഓപ്പൺ ചെയ്യാം. Question 20, then regional anesthesia in pediatric patients are different from adult except onset of block is faster due to immature myelin sheath. Option B, dosage of the local anesthetic required is less as the drugs can diffuse faster. Option C, duration of block is more than for adults. Option D, children are more vulnerable for toxicity due to increased systemic absorption. ഇതിന്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കാട്ടോ. Then question number 21, capnograph can be used to monitor the following. Option A, dislodged or misplaced endotracheal tube. Option B, disconnection of the breathing circuit. ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് സ്ലൈഡിലാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതിനു മുന്നേ ഇതിന്റെ ആൻസേഴ്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഓരോ ആൻസേഴ്സ് ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ആൻസേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ സി, ക്വസ്റ്റ്യൻ നമ്പർ 17 ഓപ്ഷൻ ബി, 18 ഓപ്ഷൻ ഡി, 19 ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ നമ്പർ 20 ഓപ്ഷൻ സി ആണ്. 21ന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ കിട്ടിയത് എന്നുള്ളത് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുകയും വേണം കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ എൻഡോട്രാക്കിയൽ ട്യൂബ് ആൻഡ് ബ്രോങ്കോസ്പാസം. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഇതിന്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22, ലാരിഞ്ചോസ്പാസം ഒക്കറിംഗ് ഡ്യൂറിംഗ് അനസ്തീഷ്യ ക്യാൻ ബി റിലീവ്ഡ് ബൈ Sellick's maneuver, then Larson's maneuver, then carotid massage, then Heimlich maneuver. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. Then question number 23, factors affecting the height level of block in spinal anesthesia. Subarachnoid block are all except option A, varicity of the local anesthetic used and the dosage of the drug given. Option B, position of the patient while giving spinal anesthesia and immediately following spinal. Option C, spinal level chosen and the speed of injection of local anesthetic. Option D, type of the spinal needle used, dura, splitting or cutting needle. ആൻസേഴ്സ് തിങ്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24, റിഗാർഡിംഗ് പോസ്റ്റ് ഡ്യൂറൽ പഞ്ചർ ഹെഡേക്ക് ഓൾ ദ ഫോളോയിങ് ആർ ട്രൂ എക്സെപ്റ്റ് ഓപ്ഷൻ എ, occurs within 6 hours of giving spinal anesthesia. Option B, it is associated with nausea, vomiting, tinnitus, diplopia and even seizures. Then option C, headache is throbbing in nature and usually felt in the occipital region. Option D, headache is increased in the sitting position and decreased lying down position. ഇതിന്റെ കറക്റ്റ് ആൻസറും നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാട്ടോ. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം കറക്റ്റ് ആൻസർ സ്വന്തമായിട്ട് തന്നെ തിങ്ക് ചെയ്ത് വെക്കുക. വേറെ ആരെ പറ്റിയും ചിന്തിക്കേണ്ട, ആരെയും കമ്പയർ ചെയ്യാൻ വേണ്ട. ഗൂഗിളിൽ ചെന്ന് ഇതിന്റെ ആൻസർ നോക്കുക ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് നമുക്ക് എത്രത്തോളം ഒരു വിശ്വാസമുണ്ട് എന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻ മാത്രമാണിത്. അത് വേറെ ഒരുപാട് സ്ട്രെസ്ഡ് ആയി, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല.
സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question 25. In interscalene approach for brachial plexus block, common complications seen are the following except option A phrenic nerve block, option B Horner syndrome due to late ganglion block, option C epidural or intrathecal injection, option D nausea and vomiting. Correct answer കണ്ടുപിടിച്ച് വെക്കാട്ടോ. Then question 26 കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചേക്കാം. Then contraindication for peripheral nerve block are all the following except A patient suffering from coagulopathy or anticoagulants, option B infection at the site of needle placement, option C non case of drug allergy to local anesthetics, option D full stomach patients. ഓക്കെ, 26ന്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലാണ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിലുള്ള ആൻസേഴ്സിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാവരും ഓരോ ആൻസേഴ്സ് തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ക്വസ്റ്റ്യൻ 22ന്റെ ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ 23 ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 24 ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ 25 ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ 26ന്റെ ആൻസർ നെക്സ്റ്റ് സ്ലൈഡിലാണ്. നമുക്ക് അതിലേക്ക് ഇനി പോകാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 27ലേക്ക് പോകാം. ഇന്റേണൽ ജുഗുലാർ വെയിൻ കാനലേഷൻ യൂഷ്വലി ഡൺ ഫോർ ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് സെൻട്രൽ വീനം പ്രഷർ മോണിറ്ററിംഗ്, ഓപ്ഷൻ ബി ഫോർ അഡ്മിനിസ്ട്രിങ് തോട്ട് പാരന്ററൽ ന്യൂട്രീഷൻ, option C for administering irritant chemotherapeutic drugs and vasopressor drugs, option D all of the above. Answers guess ചെയ്ത് വെക്കുക. Question 28. In subclavian vein cannulation, common complication occurring in option A injury to thoracic duct, option B injury the pleura leading to pneumothorax, option C vascular injury and hematoma formation, option D injury to the trachea. Answer think ചെയ്ത് വെക്കുക. Question 29. Packed cell transfusion advantages are all except option A infection and allergic reaction related to plasma can be avoided, option D cardiac overload due to whole blood can be avoided, option C whole blood can be utilized to extract other products like FFP, platelets, cryo, precipitate and white cell, option D half life of transfused RBCs can be increased. ഇതിന്റെ ആൻസറും ഗസ് ചെയ്ത് വെക്കാട്ടോ. Then question 30. In acute blood transfusion reaction the following measures should be done, option A stop transfusion and recheck details of blood stop, option B send remaining blood back to blood bank, option C maintain urine output with intravenous fluids and mannitol, option D all of the above. ഇതിന്റെ കറക്റ്റ് ആൻസറും നിങ്ങൾ ഗസ് ചെയ്ത് വെക്കുക. 31. Which of the following is not correct with bipolar electrocautery, option A energy flow is between two electrodes, option B no current flows through the patient's body, option C can be used for cutting, option D energy is localized more precisely. ഇതിന്റെ ആൻസറും നിങ്ങൾ കണ്ടെത്തി വെക്കാട്ടോ. Then question number 32. Which laser medium is less likely to produce retinal damage, option A carbon dioxide, option B ND-YAG. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലാണ് വരുന്നത്. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ 26th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 27 ഓപ്ഷൻ ഡി, 28 ഓപ്ഷൻ ഡി, 29 ഓപ്ഷൻ ഡി, 30 ഓപ്ഷൻ ഡി, 31 ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 32ന്റെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആൻഡ് ആൻസേഴ്സ് നെക്സ്റ്റ് സ്ലൈഡിലാണ് വരുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഓപ്ഷൻ സി ആർഗൺ ആൻഡ് ഓപ്ഷൻ ഡി KTP. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ തിങ്ക് ചെയ്ത് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ 33. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കോമൺലി ഇൻവോൾവ്ഡ് ഇൻ OT room fire, ഓപ്ഷൻ എ ലേസർ, ഓപ്ഷൻ ബി defibrillators, ഓപ്ഷൻ സി electrocautery, ഓപ്ഷൻ ഡി ഫൈബ്രോ ഒപ്റ്റിക് ഇലുമിനേഷൻ സിസ്റ്റം. കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ 34. മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് വാക്വം ഇൻ ഹോസ്പിറ്റൽ ഈസ്, ഓപ്ഷൻ എ വെഞ്ചറി പവേർഡ്, ഓപ്ഷൻ ബി പൈപ്പ്ലൈൻ സിസ്റ്റം, ഓപ്ഷൻ സി മാനുവലി പവേർഡ്, ഓപ്ഷൻ ഡി ഇലക്ട്രിക്കലി പവേർഡ്. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ തിങ്ക് ചെയ്ത് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ 35. പിൻ ഇൻഡെക്സ് ഫോർ നൈട്രോജൻ സിലിണ്ടർ. ഓക്കെ, ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 35, ഓപ്ഷൻ ഡി 1
0.5. ഇതിന്റെ കറക്റ്റ് ആൻസറും കണ്ടുപിടിച്ച് വെക്കുക. എനിക്ക് ബയോയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അത് നൈട്രോജൻ സിലിണ്ടറിന്റെ അല്ല ചോദിച്ചത്, ഓക്സിജനോ എയറോ എന്തോ ആണ് ചോദിച്ചത്. എനിക്ക് ഏതാണെന്ന് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. Then question 36, most frequently reported malfunction of pipeline system is Option A, excessive pressure. Option B, cross connection of gases. Option C, contamination of gases. Option D, inadequate pressure. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. Then question 37, the diameter index safety system DIS is used for devices at a pressure of dash or less. Okay, option A 1380 kPa. Then option B 1000 kilopascal. Then option C 690 kPa. Option D 345 kPa. ഇതിന്റെ കറക്റ്റ് ആൻസറും കണ്ടുപിടിച്ച് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുകയാണ്. Then question 38, which is not a disadvantage of syringe pump? Option A, delay in starting and infusion. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഓപ്പൺ ചെയ്യാം. ക്വസ്റ്റ്യൻ 32ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. ക്വസ്റ്റ്യൻ 33 ഓപ്ഷൻ സി, ക്വസ്റ്റ്യൻ 34 ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ 35 ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ 36 ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 37 ഓപ്ഷൻ എ ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ 38ന്റെ ആൻസേഴ്സ് നെക്സ്റ്റ് സ്ലൈഡിലാണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ട് പറയാം. അത്രയും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാരാമീറ്റർ എൻട്രി എറേഴ്സ്. ഓപ്ഷൻ സി, ടെമ്പററി ഫ്ലോ ഇൻക്രീസ് ഓർ ഡിക്രീസ് according to the height of the pump. Option D, cannot be used to deliver small quantities of fluids or medications. Correct answer നിങ്ങൾ എന്താന്ന് വെച്ചാൽ തിങ്ക് ചെയ്ത് വെക്കുക. Then question number 39, which is not true for CUSA, Cavitron ultrasound surgical aspirator. Option A, converts electrical energy to mechanical energy. Option B, produces cutting and coagulation effect. Option C, range of peak tissue temperature is 60 degrees Celsius to 100 degrees Celsius. Option D, peak tissue temperature produced is much higher compared with that produced by electrocautery. Correct answer guess ചെയ്ത് വെക്കാട്ടോ. Question number 14, radiation exposure hazards is minimized by option A, decreasing exposure time. Option B, increasing the distance from the source. Option C, using shield. Option D, all of the above. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഗസ് ചെയ്യുക. Then question 41, process capable of removing or destroying all viable forms of microbial life including bacterial spores. Option A, decontamination. Option B, sanitization. Option C, sterilization. Option D, disinfection. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. Then question number 42, which is not true regarding formaldehyde. Option A, toxic and flammable gas. Option B, used as disinfectant. Option C, corrosive. Option D, non-inactivated by organic matters. Then question number 43, ethylene oxide concentration commonly used in medical products. Option A, 450 to 750 mg per liter. Then 750 to 1000 mg per liter, 250 to 450 mg per liter, 1000 to 1500 mg per liter. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സിലേക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 38ൻ്റെത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ 39 ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 40ൻ്റെത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41ൻ്റെത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 42ൻ്റെത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 43ൻ്റെത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44, recommended method of sterilization for a reusable LMA. Option A, autoclaving. Option B, radiation sterilization. Option C, gas sterilization. Option D, plasma sterilization. Correct answer കണ്ടുപിടിച്ച് വെക്കാട്ടോ. Question number 45, which color bin used for segregation of sharp soiled gloves, catheters, IV tubes and other infectious and biomedical waste products? Options yellow, blue, white, red. ഇതിന്റെ കറക്റ്റ് ആൻസറും കണ്ടുപിടിച്ച് വെക്കുക. Then question 46, advantages of EO sterilization include all except items can be repackaged. Then short processing time. Option C, used for items that heat or moisture could damage. Option D, large amount equipment can be sterilized at one time. ഇതിന്റെ ആൻസറും കണ്ടുപിടിച്ച് വെക്കാട്ടോ. Then question 47, disadvantage of steam sterilization include option A, adequate penetration into a pack may not occur with large packs. Option B, danger to processing
personal, option instrument damage, option D all spores may not be killed. ഇതിന്റെ കറക്റ്റ് ആൻസറും നിങ്ങൾ കണ്ടുപിടിച്ചു വെക്കുക. Then question 48, hazards of glutaraldehyde exposure includes all except option A gastrointestinal upset, option B skin irritation, option C headache, option D asthma with symptoms. ഇതിന്റെ കറക്റ്റ് ആൻസറും കണ്ടുപിടിച്ചു വെക്കുക കേട്ടോ. Then question number 49 കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡ് ചെയ്ത് വെക്കാം. ഇതിന്റെ ആൻസർ നെക്സ്റ്റ് സ്ലൈഡിലാണ് കേട്ടോ. The functions of the CDC include option A approving germicides, option B regulating germicides, option C testing germicides, option D recommending broad strategies to prevent transmission of infections in the. അപ്പൊ നമുക്ക് ഈ സ്ലൈഡിലെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 44ൻ്റെത് ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ 45ൻ്റെത് ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 46ൻ്റെത് ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ 47ൻ്റെത് ഓപ്ഷൻ സി, ക്വസ്റ്റ്യൻ 48ൻ്റെത് ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ 49ൻ്റെത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അപ്പൊ 49th ക്വസ്റ്റ്യന്റെ ബാക്കി പത്രമാണ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. അത് നെക്സ്റ്റ് സ്ലൈഡിലായി പോയി, അതുകൊണ്ടാണ് മറ്റു സ്ലൈഡിൽ റെഡ് ചെയ്യാത്തത്. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. Then question number 15, all of the following are blood-borne diseases except hepatitis B, hepatitis C, tuberculosis, human immunodeficiency virus. ഇതിന്റെ ആൻസറും നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഞാനൊരു 100 ക്വസ്റ്റ്യൻസ് MCQ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒരു 50 ക്വസ്റ്റ്യൻസിൽ ഞാനിപ്പോൾ നിർത്തുവാണ്. കാരണം നിങ്ങൾക്കും ബോറടിക്കും. കാരണം ഇത് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൂടെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി 50 ക്വസ്റ്റ്യൻസ് പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ 49th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയും 15th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയും ആണ്. അപ്പൊ നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കള്ളം പറയാതെ തന്നെ കമന്റ് സെക്ഷനിൽ പറയുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊരു റിവിഷൻ ആയിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോ ഒരു 50ൽ 5 എണ്ണം മാത്രമേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും സ്ട്രെസ് ചെയ്യാനും എനിക്കിതൊന്നും അറിയില്ലല്ലോ എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് വെറീഡ് ആവാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തൊരു MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസും MCQ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യട്ടെ. അത് നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ബോറടിക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ. ഓക്കെ, അതുകൊണ്ടാണ് 50 ക്വസ്റ്റ്യൻസിൽ ഞാൻ നിർത്തുന്നത്. നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ വീഡിയോ ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി കമന്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതും കേട്ടോ.